നമസ്കാരം. നാളെ കർക്കിടക വാവുബലിയാണ്. പിതൃക്കളുമായി ബന്ധപ്പെട്ട ഏറ്റവും വിശേഷപ്പെട്ട ദിവസം. അതിനാൽ തന്നെ ഇന്നേ ദിവസം പിതൃപ്രീതിയാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഉയർച്ചകൾ വന്നു ചേരുവാൻ ബലിയിടുന്നത് ഏറ്റവും ശുഭകരമാണ്. കൂടാതെ വീടുകളിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതും ശുഭകരം തന്നെയാകുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇതേക്കുറിച്ച് വിശദമായ വീഡിയോകൾ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ വീഡിയോകൾ കണ്ട് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പിതൃപ്രീതി ഇരട്ടിപ്പിക്കുവാൻ സഹായകരമായി തീരും. ബലിയിടാൻ സാധിച്ചില്ല എങ്കിൽ പോലും ആ കാര്യങ്ങൾ ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക. നാളെ പിതൃപ്രീതിയുമായി ബന്ധപ്പെട്ട് പിതൃക്കളുടെ കടാക്ഷത്താൽ ചില നക്ഷത്രക്കാർക്ക് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ദിവസമാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ഒരു സൗഭാഗ്യം നാളെ മുതൽ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം പിതൃപ്രീതിയാൽ ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാണ് എന്ന കാര്യം ഓർക്കുക. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രനാഥനായ ശുക്രൻ പഞ്ചമ ഭാവത്തിൽ ആകയാൽ ഭാവനാവിലാസം വർദ്ധിക്കുന്നതായ സമയമാണ്. ഈ സമയം കലാകാരന്മാർക്ക് വളരെയധികം ശോഭിക്കുവാൻ സാധിക്കും. പിതൃക്കളുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ മനോബലം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. കൂടാതെ വരും വരായികളെക്കുറിച്ച് ആ കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് എന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഏതൊരു കാര്യവും തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പിന്തുണ വർദ്ധിക്കുന്നതായ സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിപുലീകരണത്തിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. സാമ്പത്തികപരമായ ആസൂത്രണത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ ശുഭകരമായി ഫലപ്രദമായി ചെയ്തു തീർക്കുവാനും പണം ലാഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വിയോജിക്കുന്നവരെ പോലും തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ ഇവർക്ക് സാധിക്കും. അത്തരത്തിൽ വിജയങ്ങൾ നേടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഇവർക്ക് ഏറ്റവും ശുഭകരമായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് പിതൃപ്രീതിയാൽ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. പൊതുവിൽ ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് ശുഭകരമാണ്. എന്നിരുന്നാൽ പോലും പിതൃക്കളുടെ കടാക്ഷത്താൽ കൂടി ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കും. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ആലോചിച്ച് അത് മറ്റുള്ളവരുമായി ആലോചിച്ച് അവർ പറയുന്നതായ മാർഗനിർദ്ദേശം പോലും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കും. പിന്തുണകൾ പ്രതീക്ഷിക്കാത്തതായ ചില വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ ചില സംഘടനകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ന്യായമായ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. കൂടാതെ ഈ സമയം മറ്റു വ്യക്തികൾക്ക് സഹായം ചെയ്യുവാൻ മുന്നിട്ടിറങ്ങുന്നതായ സമയമാണ്. അത്തരത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പലവിധ അരിഷ്ടതകളുണ്ട് എങ്കിൽ പോലും അത് അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ്. വിദ്യയുമായി ബന്ധപ്പെട്ട് അല്പം ഉയർച്ച നേടുവാൻ പരീക്ഷകളിൽ മത്സര പരീക്ഷകളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില വിപുലീകരണങ്ങൾക്കുള്ള ചർച്ചകൾ അത് വിജയത്തിലെത്താവുന്നതുമാണ്. ധനപരമായ അല്പം നേട്ടം വന്നു ചേരാം. പല കാര്യങ്ങളിലും പൂർണ്ണ സംതൃപ്തി വരുന്നില്ല എങ്കിൽ പോലും പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. അലട്ടുന്നതായ ചില പ്രശ്നങ്ങൾ അത് ഒരു പരിധി വരെ നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പൊതുവിൽ പിതൃക്കളുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ഭവിക്കും. മകം നക്ഷത്രക്കാർക്ക് പിതൃപ്രീതിയാൽ ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നാളെ മുതൽ ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും ഉണ്ട് എങ്കിൽ പോലും അതിൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതായ സമയമാണ്. അലച്ചിൽ അല്പം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. കൂടാതെ ഈ സമയം ഊർജം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും സംതൃപ്തി നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം
സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടും ചില പിന്തുണകൾ ലഭിക്കുന്നതായ സമയമാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ സംസാരിക്കുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം ഓർക്കുക. പിതൃപ്രീതിയാൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക്, പ്രത്യേകിച്ചും ധനപരമായ ചില കാര്യങ്ങൾ അനുകൂലമാവുകയും തൊഴിൽപരമായ കാര്യങ്ങളിൽ ചില പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യാം. അത്തരം ചില കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. മുൻകൂട്ടി തീരുമാനിച്ച പല കാര്യങ്ങളും അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാൻ പോകുന്ന പല കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ഗൃഹാന്തരീക്ഷം പൊതുവെ പ്രക്ഷുബ്ധമാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ ചില തർക്കങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം വായ്പകളുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ബിസിനസ് പരമായും അല്പം നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പിതൃക്കളുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സമയം അനുകൂലമാണ് എന്ന് പറയാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതും അനിവാര്യമാകുന്നു. പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ പല കാര്യങ്ങളും അനുകൂലമാകുന്ന സമയമാണ് എന്ന് പറയാം. കാരണം ഇവർക്ക് പൊതുവിൽ ഓഗസ്റ്റ് മാസം അനുകൂലമാണ്. അനുകൂലമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നതായ സമയമാകുന്നു. എന്നാൽ പിതൃക്കളുടെ കടാക്ഷം കൂടി ഇവർക്ക് വന്ന് ഭവിച്ചിരിക്കുന്നതിനാൽ ചില കാര്യങ്ങൾ ഇവർക്ക് തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനും അനുകൂലമായ ഫലങ്ങൾ ഇരട്ടിക്കുന്നതിനും സഹായകരമായി തീരും. പല പ്രതീക്ഷകളും ഇവർക്കുണ്ട്. എന്നാൽ പലതും നടക്കാറില്ല, വിചാരിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാറില്ല എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വരും. പ്രതീക്ഷിച്ചതായ ചില കാര്യങ്ങൾ ഭാഗികമായാണ് എങ്കിലും നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ആവശ്യങ്ങൾ വർദ്ധിക്കും. എന്നിരുന്നാൽ പോലും അതിൽ ചില കാര്യങ്ങൾ ഇവർക്ക് തടസ്സങ്ങൾ കൂടാതെ പ്രധാനമായും ജീവിതത്തിലേക്ക് വന്നു ചേരും. പലരുടെയും പ്രീതി സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായ സമയമാണ്. കുടുംബത്തോടൊപ്പം യാത്രകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. തൊഴിൽപരമായും ബിസിനസ് പരമായും അല്പം ഉയർച്ച, നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ചില പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുവാനും മുന്നോട്ട് പോകുവാനും സാധിച്ചു എന്ന് വരാം. കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും അനുകൂലമായി തീരും. ആദ്യം പല കാര്യങ്ങളും പ്രതികൂലമാണ് എന്ന് വിചാരിക്കും. എന്നിരുന്നാൽ പോലും പിന്നീട് അത് അനുകൂലമായി തീരുന്നതാകുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ ശുഭകരമായി ഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തം നക്ഷത്രക്കാർക്ക് പൊതുവിൽ അനുകൂലമാണ് സമയം എന്ന് പറയാം. പൊതുവിൽ ഓഗസ്റ്റ് മാസവും ഇവർക്ക് അനുകൂലമാണ്. എന്നാൽ പിതൃപ്രീതി കൂടി വന്നു ചേർന്നിരിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും ഇരട്ടി നേട്ടങ്ങളോ അല്ലെങ്കിൽ വന്നു ചേരേണ്ട പല അപകടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് തരണം ചെയ്യുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കും. ചില നഷ്ടങ്ങളുടെ വ്യാപ്തി കുറയ്ക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ചില സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുകയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം. പല കാര്യങ്ങളിലും അവസരങ്ങൾ വന്നു ചേരും. ജോലി ലഭിക്കുകയോ ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. വിധിയിൽ ഉയർച്ച നേടുക, മത്സര പരീക്ഷകളിൽ നേട്ടം കൊയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ചെലവ് അല്പം കൂടുവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും ഈ സമയം പ്രധാനമായും ധനപരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കാര്യസാധ്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ആലോചിച്ച് പ്രവർത്തിക്കുന്നതായ തീരുമാനങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. വാഗ്ദാനങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്കും പൊതുവിൽ കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. പിതൃപ്രീതിയാൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും അതൃപ്തി നിങ്ങൾക്കുണ്ട്. എന്നാൽ അത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ അതൃപ്തി അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും പക്വതയാർന്ന പെരുമാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അതിനാൽ മറ്റുള്ളവരിൽ ബഹുമാനം ആദരിക്കുവാനുള്ള ഒരു കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മറ്റുള്ളവരാൽ നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും.
കൂടാതെ ഈ സമയം ജീവിത നിലവാരം ഉയർത്തുവാൻ സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി തീരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. തൊഴിൽപരമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാകുന്നു. പലവിധ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കുടുംബത്തിൽ ഉണ്ടായിരുന്നതായ പലവിധ അനൈക്യങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങളിൽ ഇടപെട്ടത് മൂലം അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം പ്രതീക്ഷിക്കാതെ പിന്തുണ പലരിൽ നിന്നും ലഭിക്കുന്നതായ സമയം കൂടിയാണ് എന്ന് പറയാം. സ്ഥാനമാനങ്ങൾ ലഭിക്കുക, അപ്രതീക്ഷിതമായി തൊഴിൽ ലഭിക്കുക, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, അത്തരത്തിൽ പൊതുവിൽ ശുഭകരമാണ് സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. തീർച്ചയായും നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കഴിവിൽ വിശ്വാസം വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ദുർഘടമായ പല കാര്യങ്ങളും പല ജോലികളും ഏറ്റെടുക്കുകയും അത് ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. പിതൃക്കളുടെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ വന്നു ചേരേണ്ട ചില ദോഷകരമായ കാര്യങ്ങൾ, അപകടങ്ങൾ പരിഹരിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരാതിരിക്കുവാൻ മുൻകൂട്ടി തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പല അനുമതികളും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. കൂടാതെ ഈ സമയം ധനപരമായി നിങ്ങൾ നേരിട്ടിരുന്നതായ ചില പ്രശ്നങ്ങൾ ഒരു പരിധിവരെയാണ് എങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും സമയം കണ്ടെത്തുവാൻ സാധിക്കും. തന്മൂലം സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ പ്രതിഭ തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കലാകാരന്മാർക്ക് അനുകൂലമാണ് സമയം. ചില അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, അത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് എങ്കിൽ പോലും ഫലം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ജോലി ലഭിക്കുക, ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് എടുക്കുന്നതിനാൽ അത്തരം തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കുക. പൊതുവിൽ പിതൃക്കളുടെ കടാക്ഷത്താൽ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക.